എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ബ്രെഡ് ഓംലേറ്റ് ആണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ബ്രെഡ് ഓംലേറ്റ് നമുക്ക് പല തരത്തിലും ചെയ്തെടുക്കാം. ഞാൻ ഈ രീതിയിലാണ് ചെയ്തെടുക്കാറ്. നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതിന് മുന്നേ ഞാൻ ഒരു ബ്രെഡ് പോക്കറ്റ് ഓംലേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഇത് അവിടെ കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ മറക്കരുത്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് ബ്രെഡ് ഓംലേറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് സ്റ്റവ് ഓൺ ചെയ്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഞാൻ ബ്രെഡിൻ്റെ അരികു ഭാഗമൊക്കെ ഒന്ന് സ്ലൈസ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു 3 പീസ് ബ്രെഡ് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര പീസ് ബ്രെഡ് വേണോ അതിനനുസരിച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഒരു 6 പീസാണ് ഇവിടെ ടോസ്റ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു സൈഡൊന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 സൈഡും ഏകദേശം ഒരു ഗോൾഡൻ കളർ ആയി കഴിയുമ്പോൾ നമുക്കിത് ഇതിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതേപോലെ ബാക്കിയിരിക്കുന്ന ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ബ്രെഡും എന്താ അവിടെ ടോസ്റ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓംലെറ്റ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു 1/4 ഭാഗം ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം നിർബന്ധമില്ല, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് എരിവിനായിട്ടൊരു 4 നല്ല എരിവുള്ള പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. പിന്നെ ഇതിലേക്ക് നിറയെ മല്ലിയിലയാണ് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയില ധാരാളം ചേർക്കുക, നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ഈ ഓംലെറ്റിന് കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതാ നമ്മൾ മുട്ടയൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബ്രെഡ് ഓംലേറ്റ് ആക്കാം. അതിന് വേണ്ടി സ്റ്റവ് ഓൺ ചെയ്തൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ബട്ടർ നന്നായിട്ടൊന്ന് മെൽട്ടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിശ്രിതം കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിലൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മളിതേപോലെ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് തിരിച്ചിടുന്ന സമയത്ത് ഒട്ടും പൊട്ടിപ്പോകാതെ നമുക്ക് മുട്ട റെഡിയായി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യുക, അല്ലെങ്കിൽ ഇത് മീഡിയം അല്ലെങ്കിൽ ഹൈയിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മുട്ട അങ്ങോട്ട് വല്ലാതെ അങ്ങോട്ട് മുരിഞ്ഞു പോകും. അപ്പോൾ അത് വേണ്ട. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അതാ കുറച്ച് സമയം ആയിട്ടുണ്ട്. നമ്മുടെ മുട്ടയുടെ ഈ ഭാഗമൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ 2 പീസ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ 2 ഭാഗത്തുനിന്ന് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്കൊരു തവി വെച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുക. അപ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് 1 സെക്കൻഡൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് അടച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാ നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് മടക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അതേപോലെ എടുക്കാം. ഞാൻ പക്ഷേ അങ്ങനെയല്ല എടുക്കാറ്. ഇതേപോലെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഓരോ പീസാക്കിയാണ് എടുക്കാറ് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നല്ല ചൂടോടുകൂടി കഴിക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ള ബ്രെഡ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയിരിക്കുന്നത് ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. പിന്നെ ഇതിന് മുന്നേ ഞാൻ ബ്രെഡ് പോക്കറ്റ് ഓംലെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരത് കാണാൻ മറക്കരുത്. അത് ഇതിലും ഈസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ട്രൈ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്